നിക്കേ, ലേഡീസുമായി ഇടപെടാൻ നിങ്ങൾക്ക് അറിയില്ല. എന്നാ ചെല്ലേ. യെസ് മാഡം. എൻജിൻ ട്രബിൾ, ബോണറ്റ് ട്രബിൾ, ഗിയർ ട്രബിൾ, യൂസ് എനി ട്രബിൾ. വി ദ K&K Motors do the work neatly and promptly. ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഒന്ന് ശരിയാക്കി തന്നാ മതി. മലയാളിയാണോ? ആണെങ്കിൽ നന്നാക്കി തരില്ലേ? അല്ല, ആണോ ചോദിച്ചേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട, ശരിയാക്കിയാ മതി. ശരിയാകാം. പെട്ടെന്ന് വേണം. 72 മോഡലാണോ? അതറിഞ്ഞാലേ നന്നാക്കാൻ പറ്റൂ. അല്ല, വണ്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു അസിസ്റ്റന്റിനെ പറഞ്ഞയക്കാം. ആരെങ്കിലും വിളിക്ക്, പെട്ടെന്നാവട്ടെ. കണ്ടോ, ഞാൻ നീറ്റായിട്ട് കൈകാര്യം ചെയ്തു. മൂന്നാ, ആ സ്വിച്ച് ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് നീ തന്നെ ശരിയാക്കിയാ മതി. ഞാൻ ശരിയാക്കി അവളുടെ ഇംപ്രഷൻ പോവും. നീ എന്റെ അസിസ്റ്റന്റ് എന്നാ ഞാൻ പറഞ്ഞു. അയ്യോടാ, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നീ അസിസ്റ്റന്റ് ആവുമോ? ഈ വർക്ക്ഷോപ്പിൽ നിനക്കല്ലാതെ ആർക്കും പണി അറിയത്തില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. വലിയ ശല്യമാണ്. ആരും അങ്ങോട്ട് വരരുതേ പ്ലീസ്. ആ മറ്റേ സ്വിച്ച് നോക്ക്. അച്ഛൻ്റെ ആ വയറ് വലിച്ച് കട്ട് ചെയ്തിട്ട് ബോൾട്ട് അമർത്തിയിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്ക്. അച്ഛൻ്റെ വേഗം വേണം. കട്ടൗട്ട് നോക്കണ്ട. എന്ത് ട്രബിൾ ഉണ്ടെങ്കിലും ഇനി K&Kയിൽ വന്നാൽ മതി, ഞാൻ റിപ്പയർ ചെയ്ത് തരാം. ഇപ്പൊ കത്തുന്നുണ്ടോ നോക്കിയേ. ആ കത്തുന്നുണ്ട്. അച്ഛൻ്റെ ഇറങ്ങി. അതെന്താ? അല്ല, ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിക്കില്ല. അത് K&Kയുടെ ഒരു പോളിസിയാണ്. എഞ്ചിൻ റിപ്പയർ എല്ലാം വരട്ടെ, അപ്പൊ വാങ്ങിക്കാം. കാശ് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ പോളിസി. കാര്യമില്ല, വാങ്ങുന്നു. അല്ല, എന്നെ നിർബന്ധിക്കരുത്. കാശ് പറ്റില്ല, വാങ്ങിച്ചേ പറ്റൂ. അല്ലാതെ നിർബന്ധിക്കരുത് പ്ലീസ്. വേണ്ട. ശരി, വരട്ടെ. ബൈ ബൈ, സീ യു. എന്തോന്നാണ് നീ പറഞ്ഞേ? കാശ് വേണ്ട. എടാ, എന്നെ കുത്തുവാള എടുപ്പിക്കാനാണോടാ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അവളെ വളച്ചു. വാ വാ. അവൾ എന്നോടത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അവൾ എന്നെ കാണാൻ കാറുമായി ഇവിടെ വരും. ആ കാറിന്റെ എല്ലാ ജോലിയും ഇനി K&K ആയിരിക്കും ചെയ്യുന്നത്. വെറുതെ കൊണകൊണാന്ന് വാചം പഠിക്കാതെ. നീ അത്രയ്ക്ക് മിടുക്കനാണെങ്കിൽ ആ എം എൻ നമ്പ്യാരുടെ മോളെ ഒന്ന് വളരെ ഇവിടെ കൊണ്ടുവരാമോ? എം എൻ നമ്പ്യാര്? കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സിന്റെ മുതലാളി. പക്ഷെ പെണ്ണൊരു അഹങ്കാരിയാ. അന്ന് കാറ് നന്നാക്കാൻ പോയി ഞാൻ മാറിപ്പോയ കഥ നിനക്ക് അറിയാവല്ലോ. സാധിക്കും നിനക്ക്? ചേട്ടാ, ഈ മെക്കാനിക് നാരായണൻകുട്ടി വിചാരിച്ചാൽ വളയാത്ത ഒരു പെണ്ണും ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ശ്രമിച്ചു നോക്ക്. അവിടെ 10-20 വണ്ടിയുണ്ട്. അതിന്റെ പണി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നടക്കുവോ? നടക്കാതൊന്നുമില്ല. നാരായണൻകുട്ടി പ്രതിജ്ഞ ചെയ്യുന്നു, 10 ദിവസത്തിനകം എം എൻ നമ്പ്യാരുടെ മോൾ എന്ന് പറയുന്ന വണ്ടിയെ ഓടിച്ച് വളച്ചോടിച്ച് ഇതിന്റെ അകത്തോണ്ട് കയറി തരും. പിന്നെ ആ വരുന്ന വണ്ടിയുടെ കാര്യം ചേട്ടൻ നോക്കിയോ. കളിക്കാം. അവനെ പറഞ്ഞു വിടേ. അവനെവിടെ? മുതലാളി അസുഖമായിട്ട് ആശുപത്രി കിടക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, പറയാൻ പറഞ്ഞു അല്ലേ? അയ്യോ, പറയാൻ പറഞ്ഞല്ല, അവശ്യ നിലയിൽ വലിയൊരു ആശുപത്രി കൊണ്ടുവരിക. ശവമായിട്ട് കൊണ്ടുവന്നാൽ പോലും ഞാനത് കൊത്തി നുറുക്കി പട്ടിക്കും കാക്കയ്ക്ക് ഇട്ട് കൊടുക്കുന്നു പറഞ്ഞേക്ക്. സാർ, രോഗിയെ പറ്റി ഇങ്ങനൊന്നും പറയരുത്. എന്നാ നീ എനിക്ക് പറഞ്ഞാ നീക്ക് കൂടെ പണിതല്ല ഇങ്ങനെ ആക്കിയത്? അയ്യോ, ഞാൻ പണിയൊന്നുമല്ല. കാർ നല്ല കണ്ടീഷനാ, റിപ്പയർ ചാർജ് പോലും തന്നെ കൊണ്ടുപോകണം. ഈ അവസ്ഥ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സംഭവിച്ചാ ഇനി എന്റെ പട്ടിക്ക് വേണം ഈ കാർ. പട്ടി അയച്ചാൽ മതി, കൊടുത്തയക്കാം. കാറിന്റെ വില 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ വെല്ലൂരി പോയി അവന്റെ എല്ലൂരി എടുക്കുമെന്ന് പറഞ്ഞേക്ക്. പറയാം. എല്ലിന്റെ കാര്യം എടുത്ത് കല്ല്